വെൽക്കം ടു NRI വേൾഡ്. നിസ്തുല സേവനത്തിലൂടെ പ്രവാസി മലയാളികളുടെ തണലായി മാറിയിരിക്കുകയാണ് നോർക്ക. പ്രവാസികളുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിനൊപ്പം അവർക്ക് ആവശ്യമായ വിവിധ സേവനങ്ങൾ മികച്ച ഗുണനിലവാരത്തിൽ സമയബന്ധിതമായി നൽകാൻ കഴിയുന്നതാണ് നോർക്കയെ കേരളത്തിന്റെ അഭിമാനവും വേറിട്ടതുമാക്കുന്നത്. പ്രവാസി കേരളീയരുടെ പ്രധാന ആവശ്യങ്ങളിലൊന്നായ ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതിയും ഇപ്പോൾ സാക്ഷാത്കരിക്കാനായത് പ്രധാന നേട്ടമായി. വിദേശ രാജ്യങ്ങളിലും ഇതര സംസ്ഥാനങ്ങളിലും താമസിക്കുകയോ ജോലി ചെയ്യുകയോ ചെയ്യുന്ന കേരളീയരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക, പ്രശ്നങ്ങൾ പരിഹരിക്കുക, ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ രൂപീകൃതമായതാണ് കേരള പ്രവാസികാര്യ വകുപ്പ്. പ്രവാസികളുടെ ക്ഷേമത്തിനായി രാജ്യത്ത് ആദ്യമായി കേരളത്തിലാണ് ഇത്തരമൊരു വകുപ്പ് നിലവിൽ വന്നതെന്നത് നമുക്ക് അഭിമാനകരമാണ്. പ്രവാസി വകുപ്പിന്റെ ഫീൽഡ് ഏജൻസിയായി നോർക്ക റൂട്ട് സംവിധാനം കൂടി രൂപീകൃതമായതോടെ പ്രവാസത്തിന്റെ സർവ്വ മേഖലകളെയും സ്പർശിക്കുന്ന പദ്ധതികളും ക്ഷേമ പ്രവർത്തനങ്ങളും ഏറ്റവും ഫലപ്രദമായി നടപ്പാക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയുന്നുണ്ട്. നോർക്ക റൂട്ട്സിന് സമാനമായ സംവിധാനം രാജ്യത്തെ മറ്റൊരു സംസ്ഥാനത്തും അവകാശപ്പെടാനില്ല എന്നതും മനസ്സിലാക്കുമ്പോഴാണ് എത്ര ദീർഘവീക്ഷണത്തോടെയാണ് കേരളം പ്രവാസികൾക്കായി നിലകൊള്ളുന്നതെന്ന് വ്യക്തമാകും. നിരവധി സംസ്ഥാനങ്ങളാണ് നോർക്ക മാതൃക പഠിക്കുന്നതിനും അവരുടെ സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കുന്നതിനുമായി മുന്നോട്ട് വന്നിട്ടുള്ളത്. പ്രവാസത്തിന് മുൻപ്, പ്രവാസകാലം, പ്രവാസത്തിന് ശേഷം എന്നിങ്ങനെയുള്ള 3 ഘട്ടങ്ങളിലും വ്യക്തികൾക്കാവശ്യമായ സേവന ക്ഷേമ കാര്യങ്ങളിൽ വ്യവസ്ഥാപിതവും കാര്യക്ഷമവുമായ ഇടപെടലുകളാണ് നോർക്ക നടത്തിവരുന്നത്. നിയമപരവും വ്യവസ്ഥാപിതവുമായി പ്രവാസത്തിന് യുവജനങ്ങളെ പ്രാപ്തരാക്കുന്നത് മുതൽ ലോകമെമ്പാടും വ്യാപിച്ചുകിടക്കുന്ന പ്രവാസി മലയാളികളെ ഒരുമിപ്പിക്കുകയും തിരിച്ചെത്തിയവർക്കായി സാന്ത്വനവും പുനരധിവാസവും ഒരുക്കുന്നത് അടക്കമുള്ള അർത്ഥപൂർണമായ പ്രവർത്തനങ്ങൾക്കാണ് നോർക്ക നേതൃത്വം നൽകുന്നത്. അടിയന്തര സാഹചര്യങ്ങളിലെ അതിവേഗ ഇടപെടലുകളും നവീന സംരംഭങ്ങളുടെ ഫലപ്രദമായ ആവിഷ്കാരവും നോർക്കയെ മറ്റു സർക്കാർ സംവിധാനങ്ങളിൽ നിന്നും വേറിട്ട് നിർത്തുന്നു. 2016 തുടക്കത്തിൽ 13 സർക്കാർ പദ്ധതികളാണ് ഉണ്ടായിരുന്നതെങ്കിൽ 2025-26 20 പദ്ധതികളും സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ, ID കാർഡുകൾ, വിദേശ തൊഴിൽ റിക്രൂട്ട്മെന്റ് സേവനങ്ങൾ ലഭ്യമാക്കുന്ന തനതു പദ്ധതികളും ഉപപദ്ധതികളുമായി വിപുലമാണിപ്പോൾ. വിദേശ പഠനത്തിന് പോകുന്ന വിദ്യാർത്ഥികൾക്ക് പ്രയോജനകരമാകുന്ന പ്രവാസലോകത്തെ മാറുന്ന രീതികൾക്കനുസൃതമായ പദ്ധതികളും സമീപഭാവിയിൽ യാഥാർത്ഥ്യമാകും. ഏറെക്കാലമായി പ്രവാസി കേരളീയരുടെ പ്രധാന ആവശ്യങ്ങളിലൊന്നായിരുന്നു സമഗ്രമായ ആരോഗ്യ അപകട ഇൻഷുറൻസ് പരിരക്ഷ എന്നത്. ലോക കേരള സഭയിൽ ഉൾപ്പെടെ ഉയർന്ന ഈ ആശയത്തിന് സാക്ഷാത്കാരമാണ് നോർക്ക കെയർ. നിലവിൽ കേരളത്തിലെ 500-ലധികം ആശുപത്രികൾ ഉൾപ്പെടെ രാജ്യത്തെ 16,000-ഓളം ആശുപത്രികൾ വഴി പ്രവാസി കേരളീയർക്ക് ക്യാഷ്ലെസ് ചികിത്സ ഉറപ്പാക്കുന്നതാണ് നോർക്ക കെയർ പദ്ധതി. പ്രവാസി കേരളീയർക്ക് 5 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസും 10 ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ് പരിരക്ഷയും ഒരുക്കുന്നതാണ് മുഖ്യമന്ത്രി ഉദ്ഘാടനം നിർവഹിച്ച നോർക്ക കെയർ. കേരളപ്പിറവി ദിനമായ നവംബർ 1 മുതൽ നോർക്ക കെയർ പരിരക്ഷ പ്രവാസി കേരളീയർക്ക് ലഭ്യമാകും. സാധുവായ നോർക്ക പ്രവാസി ID, സ്റ്റുഡന്റ് ID, NRI ID കാർഡുള്ള പ്രവാസികൾക്ക് നോർക്ക കെയറിൽ അംഗമാകാം. ട്രംപിന്റെ ഫീസ് വർധന തിരിച്ചടിയായി. അമേരിക്ക ഒഴിവാക്കി മറ്റ് രാജ്യങ്ങളിലേക്ക് ചേക്കേറാൻ ഒരുങ്ങുകയാണ് ഇന്ത്യക്കാർ. H-1B വിസ ഫീസ് വർധന അമേരിക്കൻ ജോലി സ്വപ്നം കണ്ട ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കും തിരിച്ചടിയായി. ട്രംപിന്റെ ഭരണകൂടം ഫീസ് $1 ലക്ഷം ആക്കിയതോടെ പല വിദ്യാർത്ഥികളും പഠനം ഉപേക്ഷിച്ച് മറ്റ് രാജ്യങ്ങളിലേക്ക് മാറാൻ നിർബന്ധിതരാകുന്നു. ഇത് കാരണം കാനഡ, UK, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് വിദ്യാർത്ഥികൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു.
1 അർദ്ധരാത്രി മുതൽ H-1B വിസ ഫീസ് വർധന നിലവിൽ വന്നു. US-ലേക്ക് പുതിയതായി റിക്രൂട്ട് ചെയ്യുന്ന ഓരോ ജീവനക്കാരനും H-1B വിസ ഫീസായി $1 ലക്ഷം കമ്പനികൾ നൽകണം. വർഷങ്ങളായി എഞ്ചിനീയർമാർക്കും ശാസ്ത്രജ്ഞർക്കും ഉയർന്ന ശമ്പളമുള്ള ജോലികൾ നേടാനും സ്ഥിരതാമസത്തിനുള്ള സാധ്യതകൾ തുറക്കാനും H-1B വിസ സഹായിച്ചിട്ടുണ്ട്. 2024-ൽ 71% H-1B വിസകളും ഇന്ത്യക്കാർക്കായിരുന്നു. പോർച്ചുഗലിൽ പ്രോപ്പർട്ടി വില കുതിച്ചുയരുന്നു. വീട് വാങ്ങുന്ന പ്രവാസികൾ അധിക നികുതി നൽകേണ്ടി വരും. കൂടുതൽ വീടുകൾ നിർമ്മിക്കുക, താങ്ങാനാകുന്ന വാടക ഓപ്ഷനുകൾ നൽകുക, നിർമ്മാണ പെർമിറ്റുകൾ വേഗത്തിലാക്കുക, വീട് വാങ്ങുന്ന യുവാക്കൾക്ക് നികുതി ഇളവുകൾ വാഗ്ദാനം ചെയ്യുക എന്നിവയിലും സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. വിദേശ ഡിമാൻഡിൽ നിന്നുള്ള സമ്മർദ്ദം നിയന്ത്രിക്കുന്നതിനൊപ്പം വിതരണം വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം. വീട് വാങ്ങുന്നത് വർദ്ധിച്ചു വരുന്നു. ആയതിനാൽ നഗരപ്രദേശങ്ങളിൽ നിരവധി പ്രദേശവാസികൾക്ക് വീട് വാങ്ങാൻ കഴിയുന്നില്ല. റിയൽ എസ്റ്റേറ്റ് വെബ്സൈറ്റ് ഐഡിയലിസ്റ്റുകളുടെ അഭിപ്രായത്തിൽ പോർച്ചുഗലിലെ ശരാശരി ഭവന വില 2015-ലെ വിലയേക്കാൾ ഇരട്ടിയിലധികമായി. H-1B വിസ പദ്ധതി കർശനമാക്കുമ്പോൾ ഇന്ത്യൻ പ്രൊഫഷണലുകളെ ആകർഷിക്കാൻ ജർമ്മനി ഒരുങ്ങുന്നു. ഇന്ത്യയിലെ ജർമ്മൻ അംബാസിഡർ ഡോക്ടർ ഫിലിപ്പ് അക്കർമാനാണ് വൈദഗ്ധ്യമുള്ള തൊഴിലാളികൾക്ക് തുറന്ന ആഹ്വാനം നൽകിയത്. IT മാനേജ്മെന്റ്, ശാസ്ത്രം, സാങ്കേതിക വിദ്യ എന്നീ മേഖലകളിൽ ഇന്ത്യക്കാർക്ക് മികച്ച തൊഴിലവസരങ്ങൾ ജർമ്മനി നൽകുന്നു. ജർമ്മനിയിൽ ജനസംഖ്യാ പ്രതിസന്ധി നേരിടുന്ന സാഹചര്യമാണുള്ളത്. കഴിഞ്ഞ വർഷം ജർമ്മൻ സർക്കാർ 2 ലക്ഷം പ്രൊഫഷണൽ വിസകൾ നൽകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഇതിൽ 90,000 വിസകൾ ഇന്ത്യക്കാർക്കാണ്. മുൻപ് ഇത് വെറും 20,000 മാത്രമായിരുന്നു.
പ്രതിസന്ധിക്ക് പരിഹാരം. ഭവന അലവൻസുകൾ തൊഴിലുടമകൾ വർദ്ധിപ്പിച്ചു. വാടക ഉയരുന്ന സാഹചര്യത്തിലാണ് ഈ തീരുമാനം. എന്നാൽ കഴിഞ്ഞ 4 വർഷമായി ജനസംഖ്യ 11 ദശലക്ഷത്തിലധികം കടന്നതാണ് വാടക ഉയരാനുള്ള പ്രധാന കാരണമായി പറയുന്നത്. ദുബായിലെയും അബുദാബിയിലെയും മിക്ക കമ്മ്യൂണിറ്റികളിലെയും വാടകയിൽ വൻ വർധനവാണ് രേഖപ്പെടുത്തുന്നത്. ഇത് ജീവനക്കാർക്ക് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന സാഹചര്യത്തിലാണ് അലവൻസുകൾ വർദ്ധിപ്പിച്ചത്. ഭവന അലവൻസിന് പുറമെ സ്കൂൾ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങളും UAE-യിലെ തൊഴിലുടമകൾ നൽകുന്നുണ്ട്. UAE-യിലെ 10 തൊഴിലുടമകളിൽ 9 പേരും സ്കൂൾ വിദ്യാഭ്യാസ കവറേജ് നൽകി വരുന്നുണ്ട്. ഇത് ജീവനക്കാരുടെ സാമ്പത്തിക ബാധ്യത കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു. UAE-യിൽ വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവ്, വാടക വർധനവ് എന്നിവയ്ക്ക് ഈ അലവൻസുകൾ സഹായകമായി മാറുന്നു. ഗൾഫ് മേഖലയിലെ ഔദ്യോഗിക വിവരങ്ങളുമായി NRI ഡെസ്ക്. UAE വിസ അപേക്ഷയ്ക്ക് പുതിയ നിബന്ധന. വിസ അപേക്ഷകർ പാസ്പോർട്ടിന്റെ കവർ പേജിന്റെ പകർപ്പും സമർപ്പിക്കണം. വാടക നിയമത്തിൽ വൻ മാറ്റങ്ങളുമായി സൗദി. റിയാദിൽ 5 വർഷത്തേക്ക് വാടക വർദ്ധിപ്പിക്കുന്നത് വിലക്കി. പ്രവാസി മലയാളികൾക്ക് ആശ്വാസം. ഖത്തറിൽ ഇന്ത്യക്കാർക്ക് UPI വഴി പണം അയക്കാൻ സൗകര്യം. ഖത്തർ ഡ്യൂട്ടി ഫ്രീ ഔട്ട്ലെറ്റുകളിലാണ് UPI സൗകര്യം ഏർപ്പെടുത്തിയത്. അബുദാബിയിലെ ആദ്യ ഫ്ലോട്ടിംഗ് ഹോട്ടൽ യാസ് മറീനയിൽ തുറന്നു. 990 ദിർഹം, അതായത് 24,000 രൂപ മുതലാണ് ഒരു രാത്രിയിലെ താമസത്തിനുള്ള ചിലവ്. എമിറേറ്റ്സ് വിമാനങ്ങളിൽ പവർ ബാങ്കുകൾ കൊണ്ടുപോകുന്നതിന് പുതിയ നിയമം വരുന്നു. ഒക്ടോബർ 1 മുതൽ കർശന നിയമം പ്രാബല്യത്തിൽ വരും. ഒമാനിൽ പ്രവാസികളുടെ സമ്മതമില്ലാതെ തൊഴിലുടമ പാസ്പോർട്ട് കൈവശം വെക്കാൻ പാടില്ല. പുതിയ തൊഴിൽ നിയമം പ്രവാസികൾക്ക് അനുകൂലം. കുവൈറ്റിന്റെ സഹേൽ ആപ്പിൽ പുതിയ സേവനം ആരംഭിച്ചു. ഇതുവഴി ഗാർഹിക തൊഴിലാളികളുടെ യോഗ്യത പരിശോധിക്കാനാകും. ബഹ്റൈനിൽ സ്വകാര്യ മേഖലയിലെ തൊഴിലാളികൾക്ക് യാത്രാബത്ത നിർബന്ധമാക്കുന്ന നിയമ ഭേദഗതിക്ക് നിർദ്ദേശം. വർഷങ്ങളായി സ്വകാര്യ മേഖലയിലെ തൊഴിലാളികളുടെ വേതനം വർദ്ധിപ്പിക്കാത്തതും ജീവിത ചെലവ് കൂടിയതും പരിഗണിച്ചാണ് നിർദ്ദേശം. സൗദിയിൽ പെർമിറ്റ് ഇല്ലാതെ ടാക്സി സർവീസ് നടത്തുന്നവർക്കെതിരെ കർശന നടപടി. നിയമലംഘകരിൽ നിന്ന് 20,000 റിയാൽ വരെ പിഴ ഈടാക്കും. ഒമാനിൽ ID കാർഡിന്റെയും ഡ്രൈവിംഗ് ലൈസൻസിന്റെയും ഡിജിറ്റൽ പതിപ്പുകൾക്ക് അംഗീകാരം. റോയൽ ഒമാൻ പോലീസാണ് ഇക്കാര്യം അറിയിച്ചത്. NRI വേൾഡ് ഡെസ്റ്റിനേഷൻ, ഒരു ലോക സഞ്ചാരം. ജനങ്ങളെല്ലാം അസന്തുഷ്ടർ. നിരവധി വെല്ലുവിളികളാണ് ഈ രാജ്യം നേരിടുന്നത്. ആഫ്രിക്കയിലെ ഈ രാജ്യം ഏതെന്ന് നോക്കാം.
NRI വേൾഡിൽ അവസാനമായി ഡിഷസ്, പല നാടുകൾ പല രുചികൾ. ഹംഗറിയുടെ ദേശീയ വിഭവം. ഗൗലാഷിന്റെ വിശേഷങ്ങൾ അറിയാം.